ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അത്താഴ സമയത്ത് നമ്മൾ കഴിച്ചാലുണ്ടല്ലോ വിശപ്പ് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഫുഡ് കൂടെയാണ് കേട്ടോ. നമുക്ക് വയറൊക്കെ ഫില്ലായിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു ഐറ്റം. നമുക്ക് അരക്കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ നോർമൽ ഓട്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സും 1 ടീസ്പൂൺ ചിയ സീഡ്സും പിന്നെ ഓരോ ടീസ്പൂൺ വീതം വാട്ടർമെലോൺ സീഡ്സും കുക്കുംബർ സീഡ്സും അതുപോലെ സൺഫ്ലവർ സീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തണുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റ് ഉടനെ തന്നെ പുറത്തെടുത്ത് വെച്ചാൽ മതി, കുറച്ച് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ അത്താഴ സമയത്ത് ഞാനത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈത്തപ്പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് പിന്നെ എക്സ്ട്രാ തേനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല മധുരം ഉണ്ടാവും. പിന്നെ അവിടെ ചെറിയൊരു ആപ്പിളും 1 റോബസ്റ്റ ബനാനയും പിന്നെ കുറച്ച് പച്ചമുന്തിരി ചെറുതായിട്ട് അരിഞ്ഞത് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആപ്പിളൊക്കെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക്. കഴിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സൊന്നും പറ്റില്ല. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, നമ്മൾ കുറേ സീഡ്സൊക്കെ ചേർത്തുകൊണ്ട് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ കുറച്ച് ബദാമും പിസ്തയും കുറച്ചൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിത് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഫുഡുമാണ്. ഇതിപ്പോൾ ഞാൻ 2 പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഈ ഒരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ്. പിന്നെ ഓവർനൈറ്റ് ഓട്സ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്